രാവിലെ തന്നെ നല്ല കിടിലം മഴയായിരുന്നിട്ടാ. ഇവനാണെങ്കിൽ ദേ റെയിൻ കോട്ടൊക്കെ ഇട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അവൻ മീനിൻ്റെ കാര്യം ഓർത്തിട്ടുണ്ടായിരുന്നത്. അമ്മേ മീനിന് കുറച്ച് ഫുഡ് ഇട്ട് കൊടുത്തേക്കോ, ഞാനിന്ന് മറന്നു പോയി എന്ന് പറഞ്ഞ് അവൻ സ്പീഡിൽ നടന്നു പോകാനാട്ടോ. അങ്ങനെ ദേ റെയിൻ കോട്ടൊക്കെ ഊരി എൻ്റെ കയ്യിലേക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ കയ്യിലിരുന്ന് വെച്ചാൽ കുടയായിട്ടാണ് അവൻ കളിക്കുന്നത്. ഇവന് ചൂടാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഇതുപോലെ തിരിച്ചു പിടിച്ചൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടാണ് കുടയെ വാങ്ങിച്ചിട്ട് പോകുന്നത്. അങ്ങനെ ദേ സ്കൂൾ ബസ് വന്ന് അവൻ കയറി പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ അവനെ വിട്ടപ്പോൾ ഞാൻ ദേ വാവേനെ അംഗനവാടി കൊണ്ടാക്കിയിട്ടുണ്ട്. അവനാണെങ്കിൽ അവിടെ പ്രെയർ ചെല്ലാൻ നിർത്തിയപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം മെയിനായിട്ട് ടോയ്സൊക്കെ വെച്ച് കളിക്കാനായിട്ട് അംഗനവാടിയിലേക്ക് പോകുന്നത്. വൈകുന്നേരം പിള്ളേരെ വിടുന്ന സമയമായപ്പോൾ കറക്റ്റായിട്ട് മഴ വീണ്ടും വന്നിട്ടുണ്ട്. ഇവനാണെങ്കിൽ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടാ. കാര്യം എന്താണെന്ന് വെച്ചപ്പോൾ ഒരു ചെരുപ്പില്ല. എടാ ഒരു ചെരുപ്പ് എവിടെയെന്ന് വെച്ചപ്പോൾ അവൻ പറയണ്ടേട്ടാ ക്ലാസ്സിൽ വെച്ച് എറിഞ്ഞ് കളിച്ചപ്പോൾ എങ്ങാണ്ടോട്ടും പോയിന്ന്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളൊന്ന് എരമല്ലൂർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ചു വന്ന വഴി ഇതേ ഒരു നല്ല ഗേറ്റഡ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് നേരം പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ നൈറ്റ് റൈഡൊന്നും ചെയ്യാനായിട്ട് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പണ്ട് ഈ കള്ളിയങ്കാട്ടി നീലിയും കത്തനാരൊക്കെ കണ്ട് ആ ഒരു ട്രോമയിലാണ് ഇപ്പോഴും. എനിക്ക് ഇരുട്ട് പേടിയാണ്. ഇതും പറഞ്ഞാട്ടെ എന്നെ എല്ലാവരും കളിയാക്കണത്. അപ്പോൾ ദേ ചേട്ടൻ പറഞ്ഞ് നമുക്കൊരു ഷെയ്ക്ക് കുടിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഷെയ്ക്ക് കുടിക്കാനായിട്ട് നിർത്തിയത് ഏഴുപൊന്നലുള്ള ചായക്കൂട്ടിലേക്കാണ് കേട്ടോ. നല്ല സൂപ്പർ ഷെയ്ക്കായിരുന്നു കേട്ടോ. അപ്പം നല്ലൊരു ആംബിയൻസിലിരുന്നിട്ട് നമുക്ക് ഷെയ്ക്കോ ചായ എന്ത് കുടിക്കാനാണെങ്കിൽ ഈ സ്പോട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇവൻ പറയേണ്ട അമ്മേ നമുക്കിനി ഇവിടെ പിന്നെയും വന്നുവെന്ന്.